2003 മുതൽ കേരളത്തിൽ കേൾക്കുന്ന ഒരു കൊതിപ്പിക്കുന്ന ഒരു വിഷയമാണ്. എല്ലാവർക്കും കേട്ടാൽ ഭയങ്കര നാവിൽ വെള്ളമൂറി കൊതി വരും. കാരണം എല്ലാവർക്കും തൊഴിൽ, 40 ലക്ഷത്തിനും തൊഴിൽ, യുവാക്കൾക്ക് തൊഴിൽ, ഫാക്ടറി. കേരളത്തിൽ രാവിലെ ഉറക്കമൊഴിച്ച് നോക്കുമ്പോൾ എല്ലാവരും ഫാക്ടറിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കമ്പനികളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ IT പാർക്കുകളിലേക്ക് പോകുന്നു. വൈകുന്നേരം അവർ തിരിച്ചു വരുന്നു. എത്ര മനോഹരമായ ഒരു സുന്ദരമായ സ്വപ്നമുള്ള ജപ്പാനെ പോലെ, സിംഗപ്പൂർ പോലെ സ്വപ്നസുന്ദരമായൊരു നഗരം. 2003 ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ്. AK ആൻ്റണി മുഖ്യമന്ത്രി. ഒന്നും സംഭവിച്ചില്ല. കുറേ ആളുകൾ ചിക്കൻ കാല് കഴിച്ചു, കുറച്ച് ആളുകൾ ഭക്ഷണം കഴിച്ചു, അണ്ടിപ്പരിപ്പ് കഴിച്ചു, സായിപ്പ് വന്നു, മദാമ്മ വന്നു, പിന്നെ അറബി രാജ്യങ്ങളിൽ നിന്ന് തലപ്പാവുള്ളവരൊക്കെ വന്നു. ഒരു കാര്യവും സംഭവിച്ചില്ല. 2003 AK ആൻ്റണി. പിന്നെ 22 വർഷം ഇങ്ങോട്ട് എന്ത് സംഭവിച്ചു എന്ന് ആലോചിക്കാം. അത് 2012 ആയപ്പോൾ AK ആൻ്റണി ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞ് എമർജിങ് കേരള, നമ്മുടെ ഉമ്മൻചാണ്ടി സാറായിരുന്നു മുഖ്യമന്ത്രി. കൊച്ചിയിൽ വെച്ച് ലേ മെറിഡിയൻ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് വലിയ ആഘോഷത്തോടുകൂടി വലിയ പരിപാടി നടത്തി. കേരളം ഇതാ എമർജി ചെയ്ത് കഴിഞ്ഞു. 40,000 കോടി രൂപ വരുന്നു. സാധ്യത ഞെട്ടിപ്പോവും. പത്രങ്ങളൊക്കെ എഴുതി ചാനലുകളൊക്കെ എടുത്ത് മറിച്ചില്ലേ. എന്തൊക്കെയാണ് ചെയ്തത്. 2019 അസൻറ്റ് കേരള. അത് പിണറായി വിജയൻ വന്നതിന് ശേഷമാണ്. അതിലോ 1 ലക്ഷം കോടിയാണ്. ഇത് കേട്ടാൽ തന്നെ നമ്മൾ തളർന്നു പോകും. 1 ലക്ഷം കോടി. ആദ്യം 40,000 കോടി, പിന്നെ 1 ലക്ഷം കോടി, അങ്ങനെ പിന്നെ 26,000 കോടി. കോടി എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇത് കഥ. അങ്ങനെ പിന്നെ ലോക കേരള സഭ നടത്തി. ലോകം മുഴുവൻ നമ്മൾ അറിയണം. കുറച്ച് രാജ്യങ്ങൾ അറിഞ്ഞാൽ പോരാ. 2018 നടത്തി, 20 നടത്തി, 22 നടത്തി. 24 കേരള ഗ്ലോബൽ കണക്ട്. കേരളത്തെ ഗ്ലോബലുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. അങ്ങനെ ഗ്ലോബൽ കണക്ട് നടത്തി. 2024 25 ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് കൊച്ചി ഫെബ്രുവരി 22, 21. ബ്ലൂ ടൈഡ്സ്. കരയിൽ മാത്രം പോരാ, ഈ നിക്ഷേപങ്ങൾ കടലിലും കൂടി വേണം, അല്ലെങ്കിൽ കടൽ ഉൽപ്പന്നങ്ങളിൽ വേണം. ബ്ലൂ ടൈഡ്സ് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ്. ഒരു PR ഏജൻസി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ സമ്മേളനം നടക്കുന്നേ. വിദേശ രാജ്യങ്ങളിലേക്ക് കത്തെഴുതി കഴിഞ്ഞാൽ ഇപ്പം ഡൽഹി പോയി അംബാസഡർമാർക്ക് ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരിവിടുത്തെ പഠിക്കുന്ന കോളേജിലെ പിള്ളേരെങ്കിലും പറഞ്ഞു വിടും. ഞാനൊരു രസകരമായ കാര്യം പറഞ്ഞുതരാം. ഇന്ത്യയിലെ എല്ലാ അത് ശരിയാണ്, സാങ്കേതികമായി ശരിയാണ്, ശരി തന്നെയാണ്. പക്ഷേ അവരെ കൊണ്ടുവന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഇൻ്റർനാഷണൽ ഗ്ലോബൽ യൂത്ത് മീറ്റ് നടത്തി ഒരു സമയത്ത്. ഞാനും പോയിരുന്നതാണ്. അതിനകത്ത് യൂത്ത് മീറ്റ് പോയപ്പോൾ എല്ലാ വിദേശ രാജ്യങ്ങളിലെ കുട്ടികളാണ്. ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുണ്ട്, കരീബിയ, അതുപോലെ ഉഗാണ്ട, ഒരുപാട് ആഫ്രിക്കൻ, അമേരിക്ക എന്നില്ല, ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കുട്ടികളും പിന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കുട്ടികളും ഒക്കെ വന്നപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഇത്രയും കോർഡിനേറ്റ് ചെയ്യുന്ന ഇത്രയും രാജ്യങ്ങളിൽ വിസയൊക്കെ ഒപ്പിച്ച് പിള്ളേർ പറഞ്ഞ സംഭവം എന്താണ്? ഇൻ്റർചേഞ്ച് കോഴ്സിലൂടെ കേരള യൂണിവേഴ്സിറ്റിയിലും കൊച്ചി യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും വന്ന് പഠിക്കുന്ന കുട്ടികളെ, കോളേജ് സ്റ്റുഡൻസ്, PG പഠിക്കുന്ന റിസർച്ച് ചെയ്യുന്ന പിള്ളേരെല്ലാം കൂടെ ഇങ്ങ് കൊണ്ടുവന്നു. അവർ മുതിർന്ന കുട്ടികളായതുകൊണ്ട്, അവർ PG മുതിർന്നവരായതുകൊണ്ട് അവർ ജോലി ചെയ്യുന്നവരത് വിചാരിച്ചു നമ്മളൊക്കെ കൈയടിച്ചില്ലേ, എല്ലാവരും വന്നില്ലേ. അതുപോലെ കുറേ സായിപ്പന്മാരെയും മദാമ്മമാരെയും കൊണ്ടുവരുത്തി മനോഹരമായ ഒരു PR ഏജൻസിയെ, ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കഴിഞ്ഞ് അടിപൊളി 2 ദിവസത്തിനകത്ത് മേള നടക്കും. അങ്ങനെ നമ്മൾ മേള നടത്തി. 2022 ആയപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഹിന്ദുജ ഗ്രൂപ്പ് ഇതാ വരുന്നു, കോടികൾ. 2019 ദുബായ്, ജപ്പാൻ, കൊറിയ. നമ്മളെ മുഖ്യമന്ത്രിയും കുടുംബമൊക്കെ കൂടെ പോവുകയാണ്. ജപ്പാനിലും കൊറിയയും കൂടെ 300 കോടി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. എന്താ കഥ. 2016 മുതൽ 2025 വരെ കേരളത്തിൻ്റെ KSIDCയിലേക്ക് എത്ര കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ വന്നു എന്നുള്ള കണക്ക് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു കോടാനുകോടി രൂപയുടെ ഒരു ബിഗ് സീറോ. ഒരു പൈസയ്ക്കും വന്നിട്ടില്ല. ജപ്പാൻ യാത്ര നടത്തി $100 വീതം ആളുകൾക്ക് കൊടുത്തു. എല്ലാവരും കൂടി ജപ്പാനിൽ പോയിട്ട് വരാൻ പറഞ്ഞു. ഒരു കാര്യവും നടന്നില്ല. പിന്നെ നമ്മളെ മുഖ്യമന്ത്രി പോയ രാജ്യങ്ങൾ നല്ല രസമാണ്. UAE എല്ലാ രാജ്യത്തും പോയി. ദുബായ്, അബുദാബി, ഖത്തർ, ഷാർജ, പിന്നെ അങ്ങനെ സൗദി അറേബ്യ, അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങൾ. USA പോയി, അമേരിക്കയിൽ പലവട്ടം പോയി, ഇംഗ്ലണ്ടിൽ പോയി, ജപ്പാനിൽ പോയി, ദക്ഷിണ കൊറിയയിൽ പോയി, ഫിൻലാൻഡിൽ പോയി, നോർവേയിൽ പോയി, സ്വിറ്റ്സർലൻഡിൽ പോയി, ഫ്രാൻസിൽ പോയി, ബഹ്റൈനിൽ പോയി, നെതർലാൻഡിൽ പോയി. എന്തൊരു പോക്കാ പോയത്. ബിസിനസ് സമ്മിറ്റ് നടത്തി, റോഡ് ഷോ നടത്തി. നമുക്ക് പൈസ കൊണ്ടുവരാനേ അവിടെ പോയി റോഡ് ഷോ നടത്തി, നിക്ഷേപ ഉച്ചകോടി നടത്തി. നിയമസഭയെ മറുപടി പറഞ്ഞു. 2022 ഒരു കമ്പനി ഇതാ വന്നു കഴിഞ്ഞു, നോർവേയിൽ നിന്ന് 150 കോടി. എവിടെ നോർവേ? ഇലക്ട്രോണിക് ബാറ്ററി ഉൽപ്പന്നങ്ങൾ ഫാക്ടറി ഗിഫ്റ്റ്. എനിക്ക് വയ്യ. രാജീവും കുഞ്ഞാലിക്കുട്ടിയും രാജീവും നമ്മുടെ മുഖ്യമന്ത്രിയും നേരത്തെ മുഖ്യമന്ത്രിമാരെല്ലാം കൂടി പുക കേരളത്തിൽ. അതിൻ്റെ ഇടയിലാണ് റൂം ഫോർ റിവർ, നെതർലാൻഡ്സിൽ നിന്ന് മുഖ്യമന്ത്രിയും കുടുംബവും പോയി കണ്ടു. റൂം ഫോർ റിവർ. ഒന്നും സംഭവിച്ചില്ല. കോടാനുകോടി രൂപ നിക്ഷേപം വരുമെന്ന് പറഞ്ഞതല്ലാതെ ചില്ലിക്കാശ് കേരളത്തിൽ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിനിടയിൽ ഒരു അപവാദമായിട്ട് നയനാർ സിൽക്കൻ വാലിയിൽ അമേരിക്കയിൽ പോയതിന് ശേഷം ഇവിടെ വന്ന് ടെക്നോ പാർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി. കുറേ ആളുകൾ, കമ്പനികളൊക്കെ ഇവിടെ, വിദേശ കമ്പനികളൊക്കെ വന്ന് ഇവിടെ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതല്ലാതെ ഒരു കാര്യവും ചക്കും ബുക്കും ചുക്കും ഒന്നും 2003 മുതൽ 22 വർഷമായി നടന്നിട്ടില്ല. ഏതെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ സർക്കാർ അത് പറഞ്ഞാൽ നന്നായിരിക്കും. ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെ കേരളത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു ധവളപത്രം ഇറക്കുന്നത് നന്നായിരിക്കും.
ഇനി കേന്ദ്ര സർക്കാർ അറിയാതെ, അവരുടെ പങ്കൂടെ പറയണമല്ലോ, കേന്ദ്ര സർക്കാർ അറിയാതെ എങ്ങനെയാണ് ഇവിടെ പൈസ കൊണ്ടുവരാൻ കഴിയുക? പ്രളയ സമയത്ത് നമ്മൾ ശ്രമിച്ചതാണ്, കേന്ദ്ര സർക്കാർ സമ്മതിച്ചില്ല. ഇനി കേന്ദ്ര സർക്കാരാണോ ഇതിന് തടസ്സം എന്നുള്ളത് അന്വേഷിക്കുക. കേന്ദ്ര സർക്കാരാണെങ്കിൽ അവരും സഹായിക്കുക. ഇനി അവരും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണോ ചെയ്യുന്നതെന്നറിയില്ല. എന്തായാലും ഒരുപാട് സായിപ്പന്മാരും ഇന്ത്യൻ സായിപ്പന്മാരും വിദേശത്ത് നിൽക്കുന്ന ഇന്ത്യൻ സായിപ്പന്മാരും വിദേശ സായിപ്പന്മാരും ഒരുപാട് ശാപ്പാടടിച്ചു ഇതിൻ്റെ പേരിൽ. ലുലു മാൾ വന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ യൂസഫ് അലി ചെയ്തു എന്നുള്ളത്, അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സംരംഭങ്ങൾ വന്നെന്നല്ലാതെ എന്ത് നിക്ഷേപമാണ് കേരള സർക്കാരിൻ്റെ KSIDCയുമായി വ്യവസായ വകുപ്പുമായി ചേർന്ന് കേരളത്തിൽ വന്നതെന്നറിയാൻ താല്പര്യമുണ്ട്. എന്തുകൊണ്ടിപ്പോൾ ഇത് പറയുന്നു അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. മുഖ്യമന്ത്രി ഇന്നും ഒരു തള്ളിയിട്ടുണ്ട്. അമേരിക്കയെ പോലെ വളർന്നു കേരളം. അതുകൊണ്ട് ദുബായിലുള്ളവരെല്ലാം നിക്ഷേപത്തിനായി കേരളത്തിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എല്ലാവരും എത്തുക.